ഇപ്പം നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കുറേ ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കരിയർ ചൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോകുന്ന ആളുടെ പാഷനും ഇൻട്രസ്റ്റും തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു പാരന്റ് പറഞ്ഞു നീ ഇന്ന കോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് പ്രഷറൈസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ആ കോഴ്സ് എടുപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു ലൈഫ് ലോങ് ആണ്. ലൈക്ക് അവർക്കൊരു ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള അവരുടെ ഒരു മാർഗ്ഗമാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി കാര്യങ്ങൾ കുറയും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു പാരൻസിൻ്റെ ഡിസിഷനിലാണ് നമ്മൾ, അല്ലെങ്കിൽ പാരൻസിൻ്റെ മാത്രം ഡിസിഷനിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ക്ലിനിക്കലിലൊക്കെ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഒരു കരിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലിംഗ് പോലെയൊക്കെയാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഒരു മെയിനായിട്ട് ആളുടെ പാഷൻ, ഇൻട്രസ്റ്റ്, ആൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാരി ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, പിന്നെ ആളുടെ പേഴ്സണാലിറ്റി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു ഫാക്ടറാണ് ശരിക്കും ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിനുള്ളത്. അപ്പം ഇതും കൂടെ നമുക്ക് മനസ്സിലാക്കി ഒരു കരിയർ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, നമ്മൾ ക്ലിനിക്കിൽ കരിയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കരിയർ ഇൻട്രസ്റ്റ് ആപ്റ്റിറ്റ്യൂഡിന്റെ കൂടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യലില്ല. ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെയല്ല. അത് അബ്സല്യൂട്ട് മൈൻഡ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പേഴ്സണാലിറ്റിയാണ് ലാസ്റ്റ് പുറത്ത് വരിക. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ച് കൂട്ടുകൂടാണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്തും പോവാണ്ട് കളിക്കാനും വിടാണ്ട് കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിച്ചിട്ട് നാളെ അവര് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ അവർ ചേരൂല, അല്ലെങ്കിൽ അവരായിട്ട് ആരും കൂടൂല, അല്ലെങ്കിൽ ആ ആളെ എന്റെ ടീമിൽ നിന്നൊന്ന് മാറ്റി തരുമെന്ന് സബോർഡിനേറ്റ്സ് ചോദിക്കും. അപ്പൊ അങ്ങനെ കൂട്ടം കൂടാൻ അറിയുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണാലിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്തെങ്കിൽ ആ കരിയറിൽ നമുക്ക് കഴിവുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രൊഫഷണൽ എൻവയൺമെൻറ്റ്, ഇപ്പോൾ അവിടെ ഒരു കോളേജിൽ പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ എൻവയൺമെൻറ്റിൽ അവരുടെ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെ മാനേജ് ചെയ്യാം കുട്ടികൾക്ക്? കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു പീരീഡാണ് ഈ അഡോളസെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് എൻജിനീയർ ആവണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക, പക്ഷേ പാരൻസിന് അതിനെ വേറെന്തോ ആക്കണം എന്നാണ് ആഗ്രഹം. അപ്പം ഈ കുട്ടി വേറൊരാളെ കാണുമ്പോൾ അയാൾ പറയാ നിന്റെ വല്യപ്പ ഭയങ്കര സംഭവമായിരുന്നു, അയാളൊരു നല്ലൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം, നിന്നെ കാണുമ്പം വല്യപ്പേനെ പോലെ തന്നെ തോന്നിപ്പോയി എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി ഓൾറെഡി പാരൻസിന് വേറെന്തോ ആക്കണം, ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കുട്ടി വല്യപ്പ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ വല്യപ്പ ഡോക്ടറാണ്, അപ്പം ഞാനും അതേപോലെ ഉണ്ട്, അപ്പം ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം മേ ബി ഇതേപോലെ സക്സസ് ആവാം എന്നുള്ളൊരു സാധനം വരും. ഇതിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് എന്നാണ് പറയുക. ഇതിലൊന്നും നമ്മൾ വീണ് പോകരുത്. എന്താന്ന് വെച്ചാൽ നമുക്ക് എബിലിറ്റി ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഇപ്പോൾ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് എല്ലാം എന്നൊന്നുമില്ല. അപ്പൊ ഇന്നൊക്കെ ഒരുപാട് ട്രെൻഡിങ് പണികളും പാർട്ട് ടൈം ജോബുകളും ഒക്കെ. പണ്ടൊക്കെ ഒരു 5-8 വർഷം മുമ്പ് കുട്ടികളോട് പാർട്ട് ടൈം ജോബ് പറഞ്ഞ പാരന്റ്സ് ആദ്യം പറയും എന്റെ മോൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലികളൊക്കെ എന്തായാലും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ട് എനിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, എനിക്ക് ആ ഫീൽഡിൽ നിന്ന് പോകുമോ, ആ ഫീൽഡിൽ എന്തൊക്കെ പൊളിറ്റിക്സ് ഉണ്ടാവും, അതിലൊക്കെ നിന്ന് പോകാനുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു ഗഡ്സും ഗ്രിഡും ഒക്കെ നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആക്കി എടുത്തിട്ട് വേണം ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്.